ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ ഞാനിന്ന് എൻ്റെ SSLCയുടെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പഠിച്ച സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ പോയപ്പോൾ കുറേ പാരൻസ് പിള്ളേരെയൊക്കെ കൊണ്ട് അഡ്മിഷൻ്റെ കാര്യത്തിനും അടുത്ത വർഷത്തെ അഡ്മിഷൻ്റെ കാര്യത്തിനും വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഗേൾസ് സ്കൂളിലെ വൈബൊക്കെ അടിപൊളിയാണ്. ഗേൾസ് മാത്രമുള്ള വൈബ്. ഞങ്ങളുടെ ടൂറൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്, എനിക്ക് കുറേ പ്രഷ്യസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടി. അതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഗേൾസ് ആയിരുന്നാലും ബോയ്സ് ആയിരുന്നാലും മിക്സഡ് ആയിട്ട് തന്നെ പഠിച്ച് വളരണം എന്നുള്ളതാണ്. പക്ഷേ എനിക്കൊക്കെ എന്ന് വെച്ചാൽ 10ാം ക്ലാസ് വരെ ബോയ്സിനെയും കാണാതെ ഇൻട്രാക്ട് ചെയ്യാണ്ട്, ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് അറിയാണ്ട്, ബോയ്സുമായിട്ടുള്ള ആ ഒരു വൈബ് അറിയാണ്ട്, ആരെ കണ്ടാലും ആക്രാന്തമായിരുന്നു. ഇത്തിരി മെനയുള്ള ആരെ കണ്ടാലും പ്രേമമായിരുന്നു. ഇത്ര വള്ളി അങ്ങനെ പിടിച്ചേക്കുന്നു. സോ ആ ഒരു പ്രായത്തിൽ നടക്കേണ്ടത് ആ ഒരു പ്രായത്തിൽ നടക്കണം. അതിപ്പോൾ പ്രേമമായിരുന്നാലും സൗഹൃദമായിരുന്നാലും അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിയണമെങ്കിൽ അവരൊപ്പം ഇരുന്ന് നല്ല സൗഹൃദത്തിലായിരുന്നു, സാഹോദര്യത്തിലൊക്കെ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ ആ ഒരു വൈബ് ഡിഫറൻഷ്യേറ്റ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ എന്തുവാണ്, എനിക്ക് ഭാവിയിൽ മക്കളുണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഷുവറായിട്ടും അവരെ മിഡ്സെറ്റ് സ്കൂളിൽ വിട്ടേ പഠിക്കുകയുള്ളൂ. പിന്നെ പാരൻറ്റ്സ് ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ഒരു ടീനേജ് ആകുമ്പം പിള്ളേരെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും പറയുന്നത് ഷെയർ ചെയ്യുന്ന അവരുടെ ഫ്രണ്ട്സിനോടായിരിക്കും. അപ്പോൾ പാരൻസ് തന്നെ അവരുടെ നല്ല ഫ്രണ്ട്സായിട്ട് മാറുക, ഓപ്പൺ അപ്പ് ആവുക, അവർക്ക് ഓപ്പൺ അപ്പ് ആവാനുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി എന്തുണ്ടെങ്കിലും അവർ നിങ്ങളോട് വന്ന് പറയും. നിങ്ങൾക്ക് അവരോട്